The second problem we have to prove here is that vertex cover problem is an NP complete problem. So, what is the meaning of a vertex cover? അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചു ക്ലിക്ക് പ്രോബ്ലം NP കംപ്ലീറ്റ് ആണ് നമ്മൾ പ്രൂവ് ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത് പഠിക്കേണ്ട പ്രോബ്ലമാണ് vertex cover problem, and we have to prove that the vertex cover problem is an NP complete problem. അപ്പോൾ അതിന് ആദ്യം നമ്മൾ vertex cover എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. Suppose you have given a graph. ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. അതിൽ V is the set of vertices, E is the set of edges. Suppose you have given a subset U from this graph. ഈ ഗ്രാഫിൽ നിന്ന് വേർട്ടെക്സിൻ്റെ ഒരു സബ്സെറ്റ് ഓഫ് വേർട്ടെക്സ് തന്നിട്ടുണ്ട്. Let it be U. You can call U as a vertex cover of this graph G. If we take any edge in this graph, at least one of its end vertex will be in this U. So, I will give you one example. So, you see this graph. ഇതാണ് ഞാൻ നിങ്ങൾക്ക് തന്ന ഗ്രാഫ്. അപ്പോൾ ഈ ഗ്രാഫിൽ എത്ര വേർട്ടെക്സ് ഉണ്ട്? V എന്ന് പറഞ്ഞാൽ how many vertices are there in this graph? 4 vertices are there in this graph. 1 is there, 2, 3 and 4. So, 4 vertices are there in this graph. Okay. And how many edges are there in this graph? E is equal to set A, B, C, D, E. So, this is the graph given, which consists of 1, 2, 3, 4, 4 vertices, A, B, C, D, E, 5 edges are there. Then, next is, suppose I am giving you the U is equal to 1, 2, 3. So, I said about a subset. ഒരു സബ്സെറ്റും കൂടെ തരുമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ തന്ന സബ്സെറ്റ് U എന്ന് പറയുന്നത് എത്രയാണ്? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. Suppose you take any of the edge in this graph. ഈ ഗ്രാഫിൽ ഏത് എഡ്ജ് വേണമെങ്കിലും നിങ്ങൾ എടുക്കുക. ആ എഡ്ജിൻ്റെ ഏതെങ്കിലും അറ്റ്ലീസ്റ്റ് വൺ എൻഡ് വേർട്ടെക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ആ എഡ്ജ് ഏതൊക്കെ വേർട്ടെക്സിൻ്റെ ഇടയിലാണോ ഉള്ളത് ആ വേർട്ടീസസ് ആണ് നമ്മുടെ എഡ്ജിൻ്റെ എൻഡ് വേർട്ടീസസ്. ഫോർ എക്സാമ്പിൾ ഞാൻ എ എന്ന് പറഞ്ഞൊരു എഡ്ജ് എടുക്കുന്നു. വിച്ച് ആർ ദ എൻഡ് വേർട്ടീസസ് ഓഫ് എ 1 and 2. വേർട്ടെക്സ് കവർ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കണ്ടീഷൻ അനുസരിച്ച് എ എന്ന് പറഞ്ഞ എഡ്ജിൻ്റെ ഏതെങ്കിലും ഒരു എൻഡ് വേർട്ടെക്സ് എങ്കിലും ഞാൻ ഈ തന്നിരിക്കുന്ന സെറ്റിലുണ്ടോ? അറ്റ്ലീസ്റ്റ് 1 ആണ്, ഒരെണ്ണം എങ്കിലും മതി. ഇതിൽ 1ഉം ഉണ്ട് 2ഉം ഉണ്ട്. സോ ബോത്ത് ആർ ദെയർ ഇൻ ദ സെറ്റ്. ഇനി അടുത്ത എഡ്ജ് ഞാൻ ഈ ഗ്രാഫിൽ എടുക്കുന്നു. ലെറ്റ് ഇറ്റ് ബി ബി. വിച്ച് ആർ ദ എൻഡ് വേർട്ടീസസ് ഓഫ് ബി? 2 and 3. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും മതി. ഇവിടെ 2ഉം 3ഉം ഓൾറെഡി ഇതിൽ അതുമുണ്ട്. നെക്സ്റ്റ് ഐ എം ടേക്കിംഗ് ദ എഡ്ജ് സി. സി ഇസ് ബിറ്റ്വീൻ 3 and 4. ഇതിലേതാണ് ഈ എഡ്ജ് ഇതിലുള്ളത്? യു എന്ന് പറഞ്ഞ സെറ്റിലുള്ളത് 3 മാത്രമുണ്ട്. ഐ എം ടേക്കിംഗ് ദ എഡ്ജ് ഡി. 1 and 4 are the end vertices. അതിൽ 1 എന്ന് പറഞ്ഞത് ഈ തന്ന സെറ്റിലുണ്ട്. നെക്സ്റ്റ് ലാസ്റ്റ് എഡ്ജ് I am considering is the E. It is between 1 and 3. 2 എഡ്ജും ഉണ്ട്. അപ്പോൾ വേർട്ടെക്സ് കവർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ സെറ്റ്. ഇവിടെ യു എന്ന് പറഞ്ഞ സെറ്റ് ഈ ഗ്രാഫിൻ്റെ വേർട്ടെക്സ് കവർ ആവണം എന്നുണ്ടെങ്കിൽ ഇഫ് യു ടേക്ക് എനി എഡ്ജ് ഇൻ ദിസ് ഗ്രാഫ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ഇറ്റ്സ് എൻഡ് വേർട്ടെക്സ് വിൽ ബി പ്രസൻറ്റ് ഇൻസൈഡ് ദ സെറ്റ്. ഞാൻ തന്നിട്ടുള്ള സെറ്റിൽ ഈ തന്നിട്ടുള്ള എഡ്ജസ്, ഈ ഗ്രാഫിലുള്ള എഡ്ജസിൻ്റെ ഒരു എൻഡ് വേർട്ടെക്സ് എങ്കിലും ഇവിടെ കാണും. സോ that type of set is called the vertex cover. So here I can say that U is a vertex cover of this graph. അപ്പോൾ ഒരു ഗ്രാഫിന് ഒരു വേർട്ടെക്സ് കവർ ആവണമെന്നില്ല. ദിസ് ഈസ് ഓൺലി വൺ വേർട്ടെക്സ് കവർ ഓഫ് ദിസ് ഗ്രാഫ്. കാരണം ഈ ഗ്രാഫ്, ഈ തന്നിട്ടുള്ള സെറ്റ് എല്ലാ എഡ്ജിനെയും കവർ ചെയ്യുന്നുണ്ട്. അതായത് ഈ തന്നിട്ടുള്ള വേർട്ടീസസ് ഈ ഗ്രാഫിലുള്ള എല്ലാ എഡ്ജിനെയും കവർ ചെയ്യുന്നുണ്ട്. So thus we understood the concept of vertex cover. അപ്പോൾ ഒരു ഗ്രാഫിൻ്റെ വേർട്ടെക്സ് കവർ എന്ന് പറഞ്ഞാൽ ഒരു സെറ്റാണ്, ഒരു ഇറ്റ്സ് എ സബ്സെറ്റ് ഓഫ് ദ എൻറ്റയർ സെറ്റ് ഓഫ് വേർട്ടീസസ്. അപ്പോൾ ഇവിടെ വിയിൽ ശരിക്കും നമ്മളുടെ എക്സാമ്പിളിൽ 4 വേർട്ടീസസ് ഉണ്ട്. ആ 4ൻ്റെ ഒരു സബ്സെറ്റ് ഞാൻ എടുത്തിട്ടുള്ളൂ. ആ സബ്സെറ്റ് വേർട്ടെക്സ് കവർ ആവണം എന്നുണ്ടെങ്കിൽ എന്താണ് കണ്ടീഷൻ? ഇറ്റ് ഷുഡ് കവർ, ദാറ്റ് ഈസ് ദ വേർട്ടീസസ് ഇൻ ദിസ് സെറ്റ് ഷുഡ് കവർ ഓൾ ദ എഡ്ജസ്.
Okay, so that is the meaning of all the edges in the graph. Graphil ella edge-നെയും ഈ പറഞ്ഞിട്ടുള്ള vertices cover ചെയ്യുന്നുണ്ടെങ്കിൽ we can say that set is a vertex cover. അപ്പോൾ ഇവിടെ ഞാൻ k എന്ന് പറഞ്ഞാൽ എത്ര ഈ തന്ന സെറ്റിൽ എത്ര എലമെന്റ്സ് ആണ്, that is the meaning of k here. അപ്പോൾ ഇവിടെ k is equal to 3. 3 എലമെന്റ്സ് ആണ് ഞാൻ ഇപ്പോൾ എടുത്ത vertex coverലുള്ളത്. So what is a vertex cover problem? ഈ vertex cover problem എന്ന് പറഞ്ഞാൽ അതും ഒരു ഡിസിഷൻ പ്രോബ്ലമാണ്. സോ ഹിയർ നമ്മൾ NP complete എന്ന് പ്രൂവ് ചെയ്യാൻ പോകുന്ന എല്ലാ പ്രോബ്ലംസും ഡിസിഷൻ പ്രോബ്ലംസ് ആണ്. ദാറ്റ് മീൻസ് ഇറ്റ്സ് ആൻസർ വിൽ ബി ഐദർ യെസ് ഓർ നോ. ആൻഡ് ഹിയർ vertex cover problem means that you have given a graph G and integer value K. രണ്ട് സാധനങ്ങൾ ഇൻപുട്ട് ആയിട്ട് തന്നിട്ടുണ്ട്, ഒരു ഗ്രാഫും തന്നിട്ടുണ്ട്. K എന്താണെന്ന് മനസ്സിലായല്ലോ, ഈ vertex coverൻ്റെ സൈസ്. ഒരു k എന്ന് പറഞ്ഞൊരു ഇൻറ്റിജർ വാല്യൂ തന്നിട്ടുണ്ട്. വി ഹാവ് ടു ഡിസൈഡ് വെദർ വി ക്യാൻ മേക്ക് എ വെർട്ടെക്സ് കവർ വിത്ത് k നമ്പർ ഓഫ് വെർട്ടീസസ് ഇൻ G. ഈ ഗ്രാഫല്ല തന്നിട്ടുള്ള ഗ്രാഫിൽ ഇത്രയും നമ്പർ ഓഫ് വെർട്ടീസസ് ഉള്ള ഒരു വെർട്ടെക്സ് കവർ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലയോ? സോ യു നോ ദാറ്റ് ദ ആൻസർ വിൽ ബി ഐദർ യെസ് ഓർ നോ ബേസ്ഡ് ഓൺ ദ പ്രോബ്ലം. നിങ്ങൾക്ക് തന്നിട്ടുള്ള പ്രോബ്ലത്തിനനുസരിച്ച്, അതായത് തന്നിട്ടുള്ള ഇൻപുട്ടിനനുസരിച്ച് തന്ന ഗ്രാഫും കെയുടെ വാല്യൂം ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആൻസർ യെസ് ആണോ നോ ആണോ എന്നുള്ളത്. സോ വി ക്യാൻ റൈറ്റ് ദ ഇൻസ്റ്റൻസ് മീൻസ് ഞാൻ പറഞ്ഞു ഒരു പ്രോബ്ലത്തിന് കൊടുക്കുന്ന ഇൻപുട്ടിനെയാണ് ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത്. So the instance of this problem, one example of the instance of vertex cover problem is G and 3, where G is a graph given, 3 means the value of k. So what we want to prove, എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? നമ്മളിപ്പോൾ vertex cover എന്താണെന്ന് പഠിച്ചു, vertex cover problem എന്താണെന്ന് പഠിച്ചു. Then what you want to prove? We want to prove that the vertex cover problem is an NP complete problem. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ vertex cover problem ഒരു NP complete ആണെന്ന് പ്രൂവ് ചെയ്യണം. സോ ഏതൊരു പ്രോബ്ലവും NP കംപ്ലീറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ, നമ്മൾ തന്നിട്ടുള്ള പ്രോബ്ലം NP ആണെന്ന് പ്രൂവ് ചെയ്യണം. സെക്കൻഡ് വൺ, നമ്മൾ തന്നിട്ടുള്ള പ്രോബ്ലം NP ഹാർഡ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, രണ്ട് സർക്കിൾ കാണിച്ചു, രണ്ടിൻ്റെയും കൂടി ഇൻ്റർസെക്ഷനാണ് NP കംപ്ലീറ്റ്. അതിൽ NPയുടെ ക്യാരക്ടറിസ്റ്റിക്കും ഉണ്ട്, NP ഹാർഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്കും ഉണ്ടാവണം. അപ്പോൾ അത് രണ്ടും ഉണ്ടെന്നുള്ളത് പ്രൂവ് ചെയ്യണം. ഇതിൽ ഫസ്റ്റ് വൺ എങ്ങനെ പ്രൂവ് ചെയ്യും? ഹൗ യു വിൽ പ്രൂവ് ദാറ്റ് ദ വെർട്ടെക്സ് കവർ പ്രോബ്ലം ഇസ് എൻ NP പ്രോബ്ലം? അത് പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഏതെങ്കിലും കുറച്ച് ഇൻഫർമേഷൻ, അതായത് ഒരു ഗ്രാഫും കുറച്ച് വേർട്ടെക്സും തന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ തന്നു. ഈ എക്സാമ്പിളിൽ ഒരു സെറ്റും തന്നിട്ടുണ്ട്, ഒരു ഗ്രാഫും തന്നിട്ടുണ്ട്. ആൻഡ് ഐ ആസ്ക് യു ടു ചെക്ക് വെദർ ദിസ് സെറ്റ് ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഓർ നോട്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇതിലുള്ള എല്ലാ അതായത് ഇതിലെല്ലാ എഡ്ജും ഇതിലേതെങ്കിലും ഒരു വേർട്ടെക്സിലെങ്കിലും ഇൻസിഡൻ്റ് ആണോ എന്ന് നോക്കാൻ പറഞ്ഞു. നിങ്ങൾ വേഗം അതിൻ്റെ ആൻസർ പറയുകയും ചെയ്തു. സോ ദാറ്റ് മീൻസ് ദാറ്റ് യു ക്യാൻ വെരിഫൈ ദ ഇൻപുട്ട്, ദാറ്റ് ഇസ് വെനെവർ ആൻഡ് സം information about the graph is given and an input graph is also given, you can easily verify whether this set of vertices given is a independent set or not, and you can do this one in polynomial time. So that means that the first condition is satisfied. അപ്പോൾ ഇതുപോലെ ഞാനൊരു എക്സാമ്പിളും തന്നു, ഒരു സെറ്റും തന്നിട്ടുണ്ട്. നിങ്ങളോട് ഒന്ന് വെരിഫൈ ചെയ്തേക്കൂ, ഇത് ഈ തന്ന സെറ്റ് ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ആണോ അല്ലയോ എന്ന് വെരിഫൈ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ പോളിനോമിയൽ ടൈമിൽ അത് വെരിഫൈ ചെയ്ത് തരും. സോ വി ക്യാൻ പ്രൂവ് ദാറ്റ് വെർട്ടെക്സ് കവർ ഫസ്റ്റ് കാറ്റഗറിയിൽ വന്നിട്ടുണ്ട്, NP എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വന്നു. ഇനി നമുക്കൊരു കാര്യം കൂടെ പ്രൂവ് ചെയ്യാനുണ്ട്. വാട്ട് ഇസ് ദ നെക്സ്റ്റ്? വെർട്ടെക്സ് കവർ പ്രോബ്ലം ഇസ് ആൻ NP ഹാർഡ് പ്രോബ്ലം. ഇതാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെ പ്രൂവ് ചെയ്യണത്? ഒരു പ്രോബ്ലം NP ഹാർഡെന്ന് പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ യു ടേക്ക് വൺ NP പ്രോബ്ലം, ഒരു NP പ്രോബ്ലം എടുത്തുകൊണ്ട് വരിക. അതായത് നമ്മൾ പഠിച്ചിട്ടുള്ള ഈ ഒരു എക്സാമ്പിളിൽ ഇവിടെയുള്ളൊരു പ്രോബ്ലം എടുക്കുക, അതിനെ നമ്മളിപ്പോൾ പറയാൻ പോകുന്ന പ്രോബ്ലത്തിലേക്ക് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരിക. അതായത് യു ടേക്ക് വൺ എക്സാമ്പിൾ ഓഫ് വൺ NP പ്രോബ്ലം, യു ട്രൈ ടു റെഡ്യൂസ് ഇൻ പോളിനോമിയൽ ടൈം ടു അവർ പ്രോബ്ലം. ദാറ്റ് ഇസ് ദ പ്രോബ്ലം വി വാണ്ട് ടു പ്രൂവ്. ഏത് പ്രോബ്ലമാണോ NP ഹാർഡ് എന്ന് പ്രൂവ് ചെയ്യേണ്ടത് ആ പ്രോബ്ലത്തിലേക്ക് ഇവിടെ നിന്നൊരു NP പ്രോബ്ലത്തെ എടുത്തുകൊണ്ട് വരണം. സോ ഹിയർ ഓൾസോ ഐ എം ടേക്കിംഗ് ദ സെയിം പ്രോബ്ലം ദാറ്റ് വി സ്റ്റഡീഡ് ഫോർ ദ ക്ലിക്കിന് പഠിച്ച അതേ പ്രോബ്ലമാണ് ഇവിടെ ഞാൻ എടുക്കുന്നത്. ദാറ്റ് ഇസ് ദ ഇൻഡിപെൻഡൻറ്റ് സെറ്റ് പ്രോബ്ലം. ആ ഇൻഡിപെൻഡൻറ്റ് സെറ്റ് പ്രോബ്ലത്തിൻ്റെ ഒരു ഇൻസ്റ്റൻസ്, അതായത് ഒരു എക്സാമ്പിൾ എടുത്തിട്ട് ആ എക്സാമ്പിളിൽ നിന്ന് ഐ എം ടേക്കിംഗ് കറസ്പോണ്ടിങ് വെർട്ടെക്സ് കവർ പ്രോബ്ലം VC.
വേർട്ടെക്സ് കവർ പ്രോബ്ലം ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇഫ് ഞാൻ ഇതിൽ സക്സസ് ആയാൽ എനിക്ക് എന്ത് പ്രൂവ് ചെയ്യാൻ പറ്റും? വേർട്ടെക്സ് കവർ പ്രോബ്ലം NP ഹാർഡാണെന്നും പ്രൂവ് ചെയ്യാൻ പറ്റും, അതായത് ഈ കാറ്റഗറിയിൽ വരുന്നതാണെന്നും പ്രൂവ് ചെയ്യാൻ പറ്റും. സോ ഓൾറെഡി ഐ പ്രൂവ് ദാറ്റ് വേർട്ടെക്സ് കവർ പ്രോബ്ലം ഇസ് എൻ NP പ്രോബ്ലം. രണ്ടാമത് ഞാൻ പ്രൂവ് ചെയ്യാൻ പോകുന്നത് വേർട്ടെക്സ് കവർ പ്രോബ്ലം ഒരു NP ഹാർഡ് പ്രോബ്ലം ആണെന്ന്. അത് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ ഹാവ് ടു ടേക്ക് വൺ NP പ്രോബ്ലം. ഐ എം ടേക്കിംഗ് ഇൻഡിപെൻഡൻറ്റ് സെറ്റ് പ്രോബ്ലം and I am trying to reduce that independent set problem in polynomial time to my vertex cover problem. So we can see how it is working. So suppose I am giving you a graph. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് സെക്കൻഡ് പ്രൂവ് ചെയ്യേണ്ടത്. ഞാൻ എടുക്കുന്നത് ഇൻഡിപെൻഡൻറ്റ് സെറ്റ് പ്രോബ്ലമാണ്. അതിൽ നിന്ന് ഞാൻ വേർട്ടെക്സ് കവർ പ്രോബ്ലം ഉണ്ടാക്കാൻ പോകുന്നു. ദാറ്റ് ഈസ് ഐ എം ട്രൈങ് ടു റെഡ്യൂസ് ദ ഇൻഡിപെൻഡൻറ്റ് സെറ്റ് പ്രോബ്ലം ഇൻ പോളിനോമിയൽ ടൈം ടു വേർട്ടെക്സ് കവർ പ്രോബ്ലം വിച്ച് ഇസ് ഡിനോട്ടഡ് ബൈ ദിസ് സിംബൽ. So for that I am giving you, I am taking one instance of a independent set problem. അപ്പോൾ ഞാനൊരു ഗ്രാഫ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ഗ്രാഫിൽ you can see that 5 vertices are there in this graph. That means V എന്ന് പറയുന്നത് എത്രയാണ്? ഈ ഗ്രാഫിൽ V എന്ന് പറഞ്ഞാൽ എത്ര vertices ആണ് എൻ്റെ ഗ്രാഫിലുള്ളത്? 5 vertices ഉണ്ട്. എൻ്റെ ഗ്രാഫിൽ E എന്ന് പറഞ്ഞത് എത്രയാണ്? What is the meaning of E? E means I have one edge is present inside my graph. ഓക്കെ, അപ്പോൾ ഇതിനെ ഞാൻ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്തു? G എന്ന് പറഞ്ഞ വേർട്ടെക്സ്, ഓക്കെ, G എന്ന് പറഞ്ഞ ഗ്രാഫ്. അതിൽ ടോട്ടൽ ഹൗ മെനി വേർട്ടിസസ് ആർ ദെയർ? 5 വേർട്ടിസസ് ആർ ദെയർ. ഹൗ മെനി എഡ്ജസ് ആർ ദെയർ? ഓൺലി 1 edge is there. Then I am giving you so in this graph I am giving you one instance of ഇൻഡിപെൻഡൻറ്റ് സെറ്റ്. അതായത് ഈ ഗ്രാഫിൽ നിന്ന് ഞാൻ ഇൻഡിപെൻഡൻറ്റ് സെറ്റിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടാക്കുകയെന്ന് വെച്ചോ. ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് ഈ ഗ്രാഫ്. അതിൽ ഒരു കെയുടെ വാല്യൂ 1, അതായത് ഒരു വേർട്ടെക്സ് ഉള്ള ഒരു ഇൻഡിപെൻഡൻറ്റ് സെറ്റ്. അപ്പോൾ ഈ ഒരു വേർട്ടെക്സ് ഉള്ള ഇൻഡിപെൻഡൻറ്റ് സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏതാണ്? എനിക്ക് വേണമെങ്കിൽ ഇതിൽ A എന്ന് പറഞ്ഞ എഡ്ജ്, ഒരേ ഒരു എഡ്ജല്ലേ ഉള്ളൂ. അതിൽ 5 എന്ന് പറഞ്ഞൊരു വേർട്ടെക്സ് ഉണ്ട്, 4 എന്ന് പറഞ്ഞൊരു വേർട്ടെക്സ് ഉണ്ട്. സപ്പോസ് ദാറ്റ് ഐ എം ടേക്കിംഗ് the 5 as my independent set. അപ്പോൾ ഈ തന്ന ഗ്രാഫിൽ U എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സപ്പോസ് U is equal to set 5 മാത്രമുള്ള ഒരു സെറ്റ്. അപ്പോൾ ഐ എം ടേക്കിംഗ് വൺ ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഇൻസ്റ്റൻസ്. ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ നിങ്ങൾക്ക് independent set means suppose I am giving you one independent set instance. അതായത് ഇൻഡിപെൻഡൻറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഗ്രാഫിൽ S is equal to 1 2 3 4 എന്ന് പറഞ്ഞൊരു സെറ്റ് തന്നിട്ടുണ്ട്. ഈ സെറ്റ് ഒരു ഇൻഡിപെൻഡൻറ്റ് സെറ്റാണോ? 1 2 3 4. Yes, this is an independent set. That means that if you take any pair of vertex in this set, there is no edge connecting between them. അപ്പോൾ എസ് എന്ന് പറഞ്ഞ ഈ ഒരു സെറ്റ് എൻ്റെ ഈ ഒരു ഗ്രാഫിലെ ഇൻഡിപെൻഡൻറ്റ് സെറ്റാണ്. ഇതിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 4 എലമെൻറ്റ്സ് ഉണ്ട്. സോ K ഈസ് 4, S ഈസ് ദിസ് സെറ്റ്, G ഈസ് മൈ ഗ്രാഫ്. സോ അപ്പോൾ അങ്ങനെ ഒരു ഗ്രാഫ് തന്നു. ഗ്രാഫിലെ ഒരു ഇൻഡിപെൻഡൻറ്റ് സെറ്റ് തന്നു. 1 2 3 4 എലമെൻറ്റ്സ് ഉള്ളൊരു ഇൻഡിപെൻഡൻറ്റ് സെറ്റ് തന്നു. അത് ഇൻഡിപെൻഡൻറ്റ് സെറ്റാണ് നമ്മൾ മനസ്സിലാക്കി. അതിൽ K നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ട്. ഇനി ഈ സെയിം ഗ്രാഫിൽ നിന്ന് ഞാനൊരു വേർട്ടെക്സ് കവർ ഉണ്ടാക്കുവാണ്. ഈ വേർട്ടെക്സ് കവർ പ്രോബ്ലത്തിനും എത്ര ഇൻപുട്ട് വേണം? വേർട്ടെക്സ് കവർ പ്രോബ്ലത്തിനും 2 ഇൻപുട്ട് വേണം. ദ ഫസ്റ്റ് വൺ ഇസ് ദ ഗ്രാഫ് ആൻഡ് സെക്കൻഡ് വൺ ഇസ് ദ നമ്പർ ഓഫ് വേർട്ടെക്സ് ഇൻ ദ വേർട്ടെക്സ് കവർ സെറ്റ്. സോ അപ്പോൾ ഈ ഒരു ഗ്രാഫിൽ നിന്ന് ഞാൻ വേർട്ടെക്സ് ഇൻഡിപെൻഡൻറ്റ് സെറ്റിന് കൊടുത്ത ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ബ്രാക്കറ്റിൽ കൊടുത്തത് ഈ സെയിം ഗ്രാഫ്. ആ ഗ്രാഫിൽ എത്ര എലമെൻറ്റ്സ് ഉള്ള ഇൻഡിപെൻഡൻറ്റ് സെറ്റാണ് ഞാൻ ഇൻപുട്ടായിട്ട് കൊടുത്തത്? 4 എലമെൻറ്റ്സ് ഉള്ള ഇൻഡിപെൻഡൻറ്റ് സെറ്റ്. അപ്പോൾ ഈ 4 എന്ന് പറഞ്ഞാൽ ഏതൊക്കെയായിരുന്നു? 1 2 3 and 4. ഇനി ഞാനിതിൽ നിന്ന് ഈ ഒരു ഗ്രാഫിൽ നിന്ന് ഐ എം ടേക്കിംഗ് എ വേർട്ടെക്സ് കവർ. ഇൻപുട്ട് ഈസ് ദിസ് ഗ്രാഫ്, സെയിം ഗ്രാഫ്. പക്ഷേ ഞാനിവിടെ കൊടുക്കുന്ന കെയുടെ വാല്യൂ, അതായത് നമുക്കറിയാം വേർട്ടെക്സ് കവർ എന്ന് പറഞ്ഞ പ്രോബ്ലത്തിനും 2 ഇൻപുട്ട് കൊടുക്കണം. ഒന്നൊരു ഗ്രാഫും ഒന്നൊരു ഇൻഡിജർ നമ്പറും. സോ ഇവിടെ ഇൻഡിജർ നമ്പറായിട്ട് ഞാൻ കൊടുക്കുന്നത് n - k. ഇതിൽ n എന്താണ്? എൻ്റെ ഗ്രാഫിലെ മൊത്തം വേർട്ടീസസ്.
കെ എന്താണ് എൻ്റെ വേർട്ടെക്സ് കവറിലുള്ള വേർട്ടീസസ്. അത് മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 5 മൈനസ് എന്നിൻ്റെ വാല്യൂ 5, കെയുടെ വാല്യൂ 4, 5 മൈനസ് 4 ദാറ്റ് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ ഇതിൽ നിന്ന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള വേർട്ടെക്സ് കവർ എത്രയാണ്? വേർട്ടെക്സ് കവർ പ്രോബ്ലം, ഇറ്റ് ഇസ് എ ഡിസിഷൻ പ്രോബ്ലം which take the same graph as input and one as my k value. അപ്പോൾ ഈ ഇൻഡിപെൻഡൻറ്റ് സെറ്റ് പ്രോബ്ലത്തിൽ നിന്ന് നമ്മളൊരു വേർട്ടെക്സ് കവർ പ്രോബ്ലം ആക്കി. ഇതൊരു വേർട്ടെക്സ് കവർ ആയോ നമുക്ക് ചെക്ക് ചെയ്യാം. അതായത് ഒരു സൈസുള്ളൊരു വേർട്ടെക്സ് കവർ ഇതിവിടെ നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടോ. അപ്പോൾ ഈ 1 എന്നുള്ളത് എങ്ങനെയാണ് ഈ 1 കിട്ടുന്നത്? നമുക്ക് വേർട്ടെക്സ് ഇൻഡിപെൻഡൻറ്റ് സെറ്റിലുണ്ടായിരുന്ന 4 വേർട്ടീസസ് ഏതൊക്കെയാണ്? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതുണ്ട്. നമ്മളുടെ എക്സാമ്പിളിൽ ഈ 4 വേർട്ടെക്സ് ആണ് വേർട്ടെക്സ് കവർ എന്ന് പറഞ്ഞ് എടുത്തത്. സോറി, ഇൻഡിപെൻഡൻറ്റ് സെറ്റ് എന്ന് പറഞ്ഞ് എടുത്തത്. ഇനി ഇതിലില്ലാത്ത വേർട്ടെക്സ് ഏതാണ്? 5. ഈ 5 ആണ് നമ്മളുടെ വേർട്ടെക്സ് കവർ. സോ യു ക്യാൻ ടേക്ക് വേർട്ടെക്സ് കവർ ഓഫ് നമ്മളുടെ ഈ ഗ്രാഫിൽ ഏത് വേർട്ടെക്സ് ആണ് വേർട്ടെക്സ് കവറായ 1 സൈസുള്ളൊരു വേർട്ടെക്സ് കവർ? ഈ 5, സെറ്റ് 5. 5യുടെ ലെങ്ത് ആണ് 1 ഉദ്ദേശിച്ചത്, ഈ സെറ്റിൻ്റെ ലെങ്ത് ആണ് 1 ഉദ്ദേശിച്ചത്. ഈ 5 എങ്ങനെ കിട്ടി? നമ്മളുടെ ഇൻഡിപെൻഡൻറ്റ് സെറ്റിൽ ഉള്ള എലമെൻറ്റ്സ്, അതായത് എസ് എന്ന് പറഞ്ഞ സെറ്റ് ടോട്ടൽ വി വേർട്ടീസസ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് എസ്സിലുള്ള വേർട്ടീസസ് മൈനസ് ചെയ്തു. ഇതിൽ 1 2 3 4 5 ഉണ്ട്, ഇതിൽ 1 2 3 4 ഉണ്ട്. അപ്പോൾ ബാക്കി വന്നത് ഏതാണ്? ഒരേ ഒരു വേർട്ടെക്സേ ഉള്ളൂ ബാക്കി വരുന്നത്, ദാറ്റ് ഈസ് വേർട്ടെക്സ് 5. ഓക്കെ, അപ്പോൾ ഈ 5 എന്ന് പറഞ്ഞ വേർട്ടെക്സ് കവറാണോ ചെക്ക് ചെയ്തേ? നമ്മളുടെ ഇതിൽ എത്ര എഡ്ജ് ഉണ്ട്? ഒരേ ഒരു എഡ്ജ് ഉണ്ട്. ആ എഡ്ജിൻ്റെ അറ്റ്ലീസ്റ്റ് 1 എൻഡ് വേർട്ടെക്സ് ആ ഒരു സെറ്റിലുണ്ടോ? 5 ആണോ? യെസ്, 5 ആണ്. അപ്പോൾ അതിൽ നിന്ന് എന്തുണ്ടാക്കി? ഒരു ഇൻഡിപെൻഡൻറ്റ് സെറ്റ് പ്രോബ്ലത്തിൽ നമ്മൾ വേർട്ടെക്സ് കവറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു, അതായത് ട്രാൻസ്ഫോം ചെയ്തു. വി റെഡ്യൂസ്ഡ്. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഞാൻ ആദ്യം ഈ ഒരു ഗ്രാഫ് തന്നു. ഈ ഗ്രാഫിൽ നിന്ന് ഞാനൊരു ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഉണ്ടാക്കി. 1 2 3 4 എന്ന് പറയുന്ന 4 എലമെൻറ്റ്സിൻ്റെ ഒരു സെറ്റ് ഉണ്ടാക്കി. ഇത് ഇൻഡിപെൻഡൻറ്റ് സെറ്റാന്ന് പറഞ്ഞു, കാരണം ഇതിലെ പെയർ ഓഫ് വേർട്ടെക്സ് നോക്കിയപ്പോൾ ഗ്രാഫിൽ അവർ തമ്മിൽ എഡ്ജില്ല. ഇനി അപ്പോൾ കെ എന്ന് പറഞ്ഞാൽ ഇതിലുള്ള നമ്പർ ഓഫ് വേർട്ടീസസ്, എൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഇൻപുട്ടിലുള്ള വേർട്ടീസസ്, അതായത് എൻ്റെ ഗ്രാഫിൽ എത്ര വേർട്ടെക്സ് ഉണ്ട്? 5 വേർട്ടെക്സ് ഉണ്ട്, അതാണ് എൻ. നൗ ഐ എം ഗോയിങ് ടു മേക്ക് എ വേർട്ടെക്സ് കവർ ഫ്രം ദ സെയിം ഗ്രാഫ്. ഗ്രാഫ് ഇൻപുട്ട് അത് തന്നെയാണ്, പക്ഷേ വേർട്ടെക്സ് കവറിൻ്റെ കെ എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കുന്നത് എങ്ങനെ കിട്ടും? ഇതിൻ്റെ വാല്യൂ എൻ്റെ ഒറിജിനൽ ഗ്രാഫിൽ എത്ര വേർട്ടെക്സ് ഉണ്ട് അതിൻ്റെ കൗണ്ട് എൻ, ദെൻ എൻ്റെ ഇൻഡിപെൻഡൻറ്റ് സെറ്റിൽ എത്ര കെ വാല്യൂ കൊടുത്തിട്ടുണ്ട്? അത് 4. സോ എൻ മൈനസ് കെ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 5 മൈനസ് 4 ദാറ്റ് ഇസ് ഈക്വൽ ടു 1. സോ ദിസ് ഇസ് ദ ഇൻസ്റ്റൻസ്, ദാറ്റ് ഇസ് this is the input we are giving to the vertex cover problem for this graph. അപ്പോൾ ഇതിൽ ഈ 1 എന്ന് പറഞ്ഞ വേർട്ടെക്സ് ആരായിരിക്കും? നമ്മളുടെ മൊത്തം 1 2 3 4 എന്ന് പറഞ്ഞാൽ 4 വേർട്ടെക്സ് ആണ് എസ്സിലുള്ളത്, അതായത് വേർട്ടെക്സ് കവറിൽ ഇൻഡിപെൻഡൻറ്റ് സെറ്റിലുള്ളത്. അതിൽ ഇല്ലാത്തതും എൻ്റെ ടോട്ടൽ ഗ്രാഫിലുള്ളതുമായ ബാക്കി ഒരേ ഒരാളെ ബാക്കി കിടപ്പുള്ളൂ, ദാറ്റ് ഈസ് 5. So check whether 5 is an independent vertex cover with respect to this graph. Yes, 5 is a vertex cover with respect to this graph, because in this graph there is only one edge is present and 5 is one of the n vertex of that edge. അപ്പോൾ 5 ഇത് ആരായി? വേർട്ടെക്സ് കവറായി. ഇനി തിരിച്ച് വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം. തിരിച്ച് ചെക്ക് ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ആദ്യം ഞാനൊരു വേർട്ടെക്സ് കവർ പ്രോബ്ലം ഉണ്ടാക്കുക. വേർട്ടെക്സ് കവർ പ്രോബ്ലത്തിൽ സപ്പോസ് G1 എന്ന് പറഞ്ഞൊരു വേർട്ടെക്സ് കവർ കൊടുക്കുകയാണ്. n മൈനസ് കെ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ എടുത്തതിൻ്റെ ജസ്റ്റ് റിവേഴ്സ് എടുക്കുന്നു എന്നർത്ഥം. എന്നിൽ 5, കെയിൽ 4 ഉണ്ടെന്ന് വെച്ചോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു വേർട്ടെക്സ് കവർ എടുത്തു. ദാറ്റ് ഇസ് ഐ എം ടേക്കിംഗ് ദ റിവേഴ്സ് ഓഫ് ദ ജസ്റ്റ് എക്സ്പ്ലെയിൻഡ് വൺ. ഈ ഒരു വേർട്ടെക്സ് കവറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. 5 മാത്രമുള്ള ഒരു വേർട്ടെക്സ് കവർ, ദാറ്റ് ഇസ് മൈ വേർട്ടെക്സ് കവർ കൺസിസ്റ്റ് ഓഫ് ഓൺലി യു എന്ന് പറഞ്ഞാൽ 5 എന്ന് പറഞ്ഞ എലമെൻറ്റ് മാത്രമുള്ളൊരു വേർട്ടെക്സ് കവർ ഞാൻ എടുത്തു. അതിൽ നിന്ന് വേർട്ടെക്സ് കവർ പ്രോബ്ലം ഞാൻ ഉണ്ടാക്കി. ഗ്രാഫ് ജി, ഒരേ ഒരു എലമെൻ്റ് ഉള്ളത്, ആ എലമെൻ്റ് ഏതാണ്? 5 എന്ന് പറഞ്ഞ വേർട്ടെക്സ്. ഇത് വേർട്ടെക്സ് കവറാണെന്ന് നമുക്ക് മനസ്സിലാക്കി. ഇനി ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ ഒരു ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഉണ്ടാക്കാം? ഇതിനെ ഇൻഡിപെൻഡൻറ്റ് സെറ്റായിട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ സെയിം ഗ്രാഫ് ഇൻപുട്ടായിട്ട് കൊടുക്കണം. ഇനി എന്താണ് ഇൻഡിപെൻഡൻറ്റ് സെറ്റിൽ എത്ര എലമെൻറ്റ്സ് വേണം? എൻ്റെ വേർട്ടെക്സ് കവറിൽ ഒരു എലമെൻറ്റേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ടോട്ടൽ എൻ്റെ ഈ ഗ്രാഫിൽ 5 എലമെൻറ്റ്സ് ഉണ്ട്. ഈ 5 എലമെൻറ്റിൽ നിന്ന് ഒരു എലമെൻ്റായി വേർട്ടെക്സ് കവറിനെ ഞാൻ മൈനസ് ചെയ്യുന്നു. അപ്പോൾ ബാക്കി എത്ര കിട്ടും? 5 മൈനസ്
1. That is equal to 4. അപ്പോൾ എനിക്ക് എത്ര സൈസുള്ള ഒരു വേർട്ടെക്സ് കവർ കിട്ടും, സോറി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് കിട്ടും? 4 സൈസുള്ള ഒരു ഇൻഡിപെൻഡൻറ്റ് സെറ്റ് കിട്ടും. ഇത്രയേ ഉള്ളൂ മീനിങ്. ഒരു ഇൻഡിപെൻഡൻറ്റ് സെറ്റ് പ്രോബ്ലത്തിൽ നിന്ന് എനിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വേർട്ടെക്സ് കവർ ഉണ്ടാക്കാൻ പറ്റും. വേർട്ടെക്സ് കവർ പ്രോബ്ലത്തിൽ നിന്ന് എനിക്കൊരു ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഉണ്ടാക്കാൻ പറ്റും. ആൻഡ് ഈ ഇൻഡിപെൻഡൻറ്റ് സെറ്റ് പ്രോബ്ലം ഇസ് എൻ NP പ്രോബ്ലം. അപ്പോൾ ഒരു NP പ്രോബ്ലത്തിൽ നിന്ന് നമ്മുടെ പ്രോബ്ലത്തിലേക്ക് റെഡ്യൂസ് ചെയ്തു. വി റെഡ്യൂസ് ദ പ്രോബ്ലം ഇൻഡിപെൻഡൻറ്റ് സെറ്റ് പ്രോബ്ലം ഇൻ പോളിനോമിയൽ ടൈം ടു അവർ വേർട്ടെക്സ് കവർ പ്രോബ്ലം. സോ ദസ് വി പ്രൂവ് ദാറ്റ് വേർട്ടെക്സ് കവർ പ്രോബ്ലം ഇസ് എൻ NP ഹാർഡ് പ്രോബ്ലം. അപ്പോൾ നമ്മൾ പറഞ്ഞ രണ്ട് കാര്യങ്ങളും പ്രൂവ് ചെയ്തിട്ടുണ്ട്. വേർട്ടെക്സ് കവർ NP ആണെന്ന് നേരത്തെ പ്രൂവ് ചെയ്തു. അതായത് ഞാൻ നിങ്ങൾക്കൊരു സെറ്റ് തന്നിട്ട് ആ സെറ്റ് വേർട്ടെക്സ് കവർ ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ ചോദിച്ച് എനിക്ക് പറഞ്ഞു തന്നു. രണ്ടാമത്തെ കാര്യം നമ്മൾ പ്രൂവ് ചെയ്യാൻ നോക്കിയത് നമ്മളുടെ വേർട്ടെക്സ് കവർ പ്രോബ്ലം NP ഹാർഡ് എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ നോക്കി. അതിന് ഞാൻ എടുത്തത് I took one instance of independent set problem. ഇൻസ്റ്റൻസ് എന്താണെന്നുള്ളത് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഇസ് എൻ ഇൻപുട്ട് വിച്ച് ഇസ് ഗിവൺ ടു ദ പ്രോബ്ലം. അപ്പോൾ ഒരു ഇൻഡിപെൻഡൻറ്റ് സെറ്റ് പ്രോബ്ലം എടുത്തു. ആ ഇൻഡിപെൻഡൻറ്റ് സെറ്റ് പ്രോബ്ലത്തിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു? I reduced the independent set problem in polynomial time to my vertex cover problem. അപ്പോൾ അത് എക്സാമ്പിൾ ആയിട്ട് കാണിക്കുക. ഞാനൊരു ഗ്രാഫ് ഇൻപുട്ടായിട്ട് തന്നു. ആ ഗ്രാഫിൽ നിന്ന് ഞാൻ ഗ്രാഫിലെ ഒരു ഇൻഡിപെൻഡൻറ്റ് സെറ്റ് എടുത്തു. ആ ഗ്രാഫിലുള്ളതും ഇൻഡിപെൻഡൻറ്റ് സെറ്റിൽ ഇല്ലാത്തതുമായ വേർട്ടെക്സ് ഇപ്പുറത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ വേർട്ടെക്സ് കവർ ആയിരിക്കും. അതുപോലെ വേർട്ടെക്സ് കവർ എടുത്തു, ഒരു ഗ്രാഫ് ഇൻപുട്ടായിട്ട് കൊടുത്തു, ഒരു വേർട്ടെക്സ് കവർ എടുത്തു. ആ വേർട്ടെക്സ് കവറിൽ നിന്ന് ഞാൻ എന്തുണ്ടാക്കി? ഒരു ഇൻഡിപെൻഡൻറ്റ് സെറ്റ് പ്രോബ്ലം ഉണ്ടാക്കി. So thus we proved that vertex cover problem is an NP complete problem.